മനുഷ്യൻ ഇന്ന് കേരളീയം ആഘോഷിക്കാനാണ് കേരളീയരോട് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം കളമശ്ശേരി സ്ഫോടനം ഉണ്ടായപ്പോ അതിനിടയ്ക്ക് കൊള്ളയടിച്ച ഒരു വാർത്ത നമ്മൾ കേട്ടു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. സത്യത്തിൽ കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കും. അവിടെ കേരളീയത്തിന്റെ പേരിൽ വലിയ മാമാങ്കം നടത്തിക്കൊണ്ട് അതിന്റെ മറവിൽ കൊള്ള നടത്തുന്ന ഒരു സർക്കാരായിട്ട് മാറി. സ്വാഭാവികം. ആരാണ് ഇത്തരത്തിൽ KSEBക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ ഉത്തരവാദി? ആരാ? ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഈ സംസ്ഥാന സർക്കാരല്ലേ? ഇവരുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളല്ലേ KSEBയിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എത്ര രൂപയാണ് കേരള വാട്ടർ അതോറിറ്റി KSEBക്ക് കൊടുക്കാനുള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇപ്പോ 1300 കോടി രൂപയോളം വാട്ടർ അതോറിറ്റി KSEBക്ക് കൊടുക്കാനുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണോ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഈ പൈസ കിട്ടാത്തത്? കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ വെള്ളക്കരം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന വെള്ളക്കരത്തിൽ നിന്ന് 630 കോടി രൂപ KSEBക്ക് കൊടുക്കാൻ ആ പണം കൊടുക്കുന്നില്ല. എന്നിട്ട് ആ പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതേ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കുകയാണ്. നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. K-Phone എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി. അതിനുവേണ്ടി ഏകദേശം 2000 രൂപ കൊടുത്തു. ആ പറയുന്ന K-Phone പദ്ധതി ഒരു മനുഷ്യനെങ്കിലും ഇതുവരെ ഗുണം ചെയ്തിട്ടുണ്ടോ? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഇതുമൂലം ഉണ്ടായ നഷ്ടം എത്രയാ? അപ്പൊ മുഴുവൻ നഷ്ടവും സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് ഉണ്ടാക്കി. ആ തണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇവരുടെ ദൂർത്ത് ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ വലയുമ്പോൾ ഇവര് കൃഷ്ണൻകുട്ടി എന്ന് പറയാം എല്ലാ വർഷവും ഞങ്ങൾ കൂട്ടിക്കോളും, നിങ്ങൾ സഹിച്ചോളാം പറയാം. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇത് അനുഭവിക്കാൻ കേരളത്തിലെ ജനത വിധിക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പകൽ കൊള്ളയാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധൂർത്ത് പുത്രനായിട്ട് പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ആ ധൂർത്ത് അതിന്റെ മുഴുവൻ ഭാരം ഏൽക്കേണ്ടി വന്നത് കേരളത്തിന്റെ ജനതയാണ്. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിട്ട് കിട്ടില്ല.